ഓജി പടം കണ്ടു. എന്തായാലും നല്ല കിടിലം പേരാണ് പടത്തിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഒറിജിനൽ ഗുണ്ട്. ഈ സാഫിൻ്റെ ഡയറക്ടറാണ്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ഇങ്ങനെ കുഴപ്പമില്ല പോയി. സെക്കൻഡ് ഹാഫിലൊക്കെ ഈ പടം എന്താ കാണിച്ചു വെച്ചിരിക്കണം ഒരു പിടുത്തമില്ല. ഇതിൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയില്ല. എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുള്ളൊരു പടം. ജസ്റ്റ് ബിൽഡപ്പ് മാത്രമുള്ള ഈ പടത്തിൽ. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് മാത്രം. ഓരോരുത്തരും വരും. ഓരോ വന്ന ആൾക്കാർ തന്നെ പിന്നെയും ബിൽഡപ്പ് കൊടുക്കും. അവർ പിന്നെ ഒരു ഇൻട്രോ, പിന്നെയും ബിൽഡപ്പ്, പിന്നെ ഇൻട്രോ, അങ്ങനെ പടം തുടക്കം മുതൽ അവസാനം വരെ ബിൽഡപ്പ് ചെയ്ത് ഒന്നുമില്ലാണ്ടാക്കിയ ഒരു കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കിയ പരിപാടിയാണ് ഈ സമൂഹത്തിൽ പടത്തിൽ മൊത്തം ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു പടത്തിൻ്റെ മെയിൻ പ്രശ്നം ഈ ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ ഈ പടത്തിൽ വേറെ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലതാനും. സോ ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഒരു പടം, ബിൽഡപ്പ് വെച്ചേ നന്നാക്കാൻ നോക്കി നശിപ്പിച്ചൊരു പടം. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ജസ്റ്റ് ഒരാളുടെ സ്ക്രീൻ പ്ലേ, അല്ലെങ്കിൽ ഇന്നൊരാളുണ്ട് ഓജസ് ഗംഭീര എന്നാണ് ഈ ഓജി എന്നൊരു പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെ ഗംഭീരമാണെന്നൊരു മനസ്സിലാവണില്ല. ഒരു ഓജസ്സും ഇല്ല, ഒരു തേജസ്സും ഇല്ല, ഒരു ഗംഭീരവും ഇല്ല. ഒരു സ്വാഗില്ലാത്ത വളരെ മോശം പടങ്ങളിലൊന്നായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പക്ഷേ ട്രെയിലർ കട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ദെൻ തമൻ്റെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു പടത്തിൽ. സോ അങ്ങ് സിനിമാറ്റോഗ്രഫി അങ്ങനത്തെ കുറച്ച് നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ പടത്തിലുണ്ടെങ്കിൽ ഒരു ആസ് എ ഹോള് ഒരു വളരെ ബോറിഷ് ആയിട്ടുള്ളൊരു മൂവി. ഫസ്റ്റ് ഹാഫ് പിന്നെ കമ്പാരിറ്റീവ്ലി നമുക്കിങ്ങനെ സഹിച്ചിരിക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫൊന്നും ഈ പടത്തിൽ സഹിക്കാൻ പറ്റൂല. ദെൻ വളരെ മിസ്കാസ്റ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഈ പവൻ കല്യാണിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച ആളുടെ കൊച്ചുമോളാണെന്നോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയാണെന്നൊക്കെ പിന്നെയാണ് മനസ്സിലായത് മൂപ്പരുടെ ഗേൾഫ്രണ്ടാണ്. ഒരു ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടുള്ള കുറേ പരിപാടി. സോ മൊത്തത്തിൽ ഈ പടത്തിൻ്റെ മെയിൻ പ്രശ്നം തന്നെ ഈ ചങ്ങായിയാണ്. ഇങ്ങനെ പ്രശ്നം എന്നല്ല, ഇങ്ങർക്ക് പറ്റുന്ന ഒരു സാധനങ്ങളുണ്ടല്ലോ അത് ചെയ്യാണ്ട് ഈ കുറച്ച് ഓവർ എക്സാഗറേറ്റഡ് ആയിട്ട് മൂപ്പർ ചെയ്യുന്ന കുറേ പോർഷൻസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു പടം പോണത് ഫുള്ളായിട്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ ചങ്ങായിക്ക് ഡയലോഗേ ഇല്ല, മിണ്ടറില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയലോഗില്ല. ബാക്കിയുള്ളവരിങ്ങനെ തള്ളി ബിൽഡപ്പ് കൊടുത്ത് ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. ആളായിട്ട് ഡയലോഗൊന്നും പറയില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് കണ്ടിരിക്കും. പക്ഷെ മൂപ്പർ എപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങുക അപ്പോൾ തൊട്ട് ഒരു മാതിരി കടന്ന് പൊളയലാണ് ഈ ചങ്ങായി. അത് ഈ പടത്തിൽ ഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം പീക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഈ നമ്മുടെ അയ്യപ്പനും കോശിയുടെ റീമേക്ക് ഉണ്ടല്ലോ, ആ സാധനത്തിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങനെ കിടന്നൊരു പൊളയണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ഇതിന് മുമ്പ് ഇങ്ങനെ പുറത്തിറങ്ങി മറ്റേ ഹരിഹര വീരമല്ലു, അയ്യോ അതൊന്നും ഓർക്കാൻ വയ്യ. ആ ഒരു ഗണത്തിൽ നോക്കുമ്പോൾ അത്രയും ഇത് പല രീതിയിലുള്ള വെറുപ്പിക്കലാണ് ഈ പടത്തിൽ. ഇതിൽ ബിൽഡപ്പ് ഒഴിച്ച് ഈ പടത്തിലൊന്നും ഇല്ലാത്തതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ എന്നാൽ ഇത് ഇപ്പോൾ തെലുങ്ക് ഓഡിയൻസിനെ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ഗുഡ് ബാഡ് ആക്കി കണ്ടില്ല, അതേപോലെയാണ് മെയിൻ ഈ പടം ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. പക്ഷെ ഗുഡ് ബാഡ് അഗ്ലിയിൽ ചില സമയത്തൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വർക്കായ കുറേ സാധനങ്ങൾ ഇതിനൊരു പോയിന്റ് എത്തുമ്പോൾ ഇതിലില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ സിനിമയ്ക്ക്. കാരണം ഒരു മോട്ടീവ് ഇല്ല, ഒരു ഫ്ലോ ഇല്ല, എങ്ങോട്ടാണ് പോകുന്ന ഒരു പറച്ചിലില്ല. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പടത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പടം പോയിക്കൊണ്ടിരിക്കണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞിട്ട്. സോ ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ ഈ പടം കഴിഞ്ഞു, ശരിക്കും പടം നിർത്തിയ പോലെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തോന്നുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് പിന്നെ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട സാധനത്തെയാണ് ഈ ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ വലിപ്പിച്ച് വെച്ചിട്ട് തോന്നുക. സോ ഒരു ഭയങ്കര ബോറിഷായിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില പോർഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പടം പറയുക മൊത്തത്തിലാണ്, നമ്മൾ പടം കാണുന്നത് മൊത്തത്തിലാണ്. തമൻ്റെ ബീജം കേൾക്കാൻ വേണ്ടി മാത്രം ഈ പടത്തിന് കൊണ്ട് ആവശ്യമില്ല. അതിന് ഇതിൻ്റെ OST കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിൽ തന്നെ ഇതിൻ്റെ ഫുൾ OST ഇറക്കിയിട്ടുണ്ടാവും. അതിരുന്ന് കേട്ടാൽ മതി. കാരണം സ്ക്രീനിൽ ഇത് കാണുമ്പോൾ നമുക്കത് സിങ്കായിട്ട് വരില്ല. ഈ മറ്റേ ഹംഗ്രി ചീറ്റ എന്നുള്ളത് അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ട്രെയിലറിലും ടീസറിലും ഒക്കെ ഉണ്ടായിരുന്ന ആ സാധനമാണ്. ആ ബീജം ലെവലായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പക്ഷെ പടത്തിലല്ല, ബീജം മാത്രമായിട്ട്. പടത്തിൽ യാതൊരു സിങ്കും ഇല്ല, ഈ ഒരു ഓറയില്ല. അതുകൊണ്ട് നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി രസം ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷൻ സീക്വൻസുകൾ രസമുണ്ട് ശരിക്കും. പക്ഷേ എല്ലാം ഈ ഒരു പടത്തിനെ സ്റ്റിച്ച് ആയതുകൊണ്ട് ഒരു സ്റ്റോറി ലൈൻ ബേസ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാം അനാവശ്യമായിട്ട് പോയിട്ടുള്ള സാധനം. സോ എന്നെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. വേസ്റ്റ് ഓഫ് മണിയൊക്കെ പോട്ടെ, വെറുതെ ഒരു ഫസ്റ്റ് ഹാഫ് പിന്നെയും പോട്ടെ എനിക്ക് പടത്തില്ല. സെക്കൻഡ് ഹാഫ് എത്തിക്കഴിഞ്ഞാൽ ഇത് കഴിയണില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നലെത്തിയപ്പോഴാണ് ഈ പടം കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോണത്. ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് തോന്നി അവസാനം. പക്ഷെ തീർന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ച് തീർന്നു. ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയാലോ. സോ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ കാണണ്ട, നിങ്ങളുടെ ഇഷ്ടം. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇതുപോലെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.